എന്റെ മക്കളും ഞാനും കഞ്ഞി കുടിച്ചോന്ന് നിങ്ങൾ തിരക്കാറുണ്ടോ? ഉണ്ടോ? എന്റെ അപ്പച്ചനാണ് എന്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളും എന്റെ അപ്പച്ചൻ മേടിച്ചിട്ട് വരും. നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് ജാസ്മിൻ മേടിക്കുന്നത്? സൂപ്പർ മാർക്കറ്റിൽ പെണ്ണുങ്ങളായിരുന്നു അന്ന് സ്റ്റാഫ്. ഇപ്പൊ മേടിക്കുന്നുണ്ടോ അവിടുന്ന്? നിന്റെ പപ്പ മേടിക്കുന്നുണ്ടോ അവിടുന്ന്? നിന്റെ പപ്പയുടെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ നിനക്കാ നാണക്കേട്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു ബുൾസൈ. എന്താ സാർ ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്? അതെ. അതോ കുഞ്ഞുമോന്റെ തട്ടുകടയോ? 5 സ്റ്റാർ ഹോട്ടലാണ് സാർ. ഓക്കെ, നടക്കട്ടെ. ഫെഡറിക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉത്സവം വരട്ടെ. നല്ലതാണെങ്കിൽ കുരുമുളക് തട്ടിയിട്ട് കഴിക്കുന്നതായിരിക്കും രസം. അല്ലാതെ നമ്മളൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ബുൾസയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ മാസം എൻഡിൽ തന്നെ എനിക്ക് ഡിവോഴ്സ് വേണം. ഈ മാസം എൻഡിൽ എനിക്ക് ഡിവോഴ്സ് വേണം. ജാസ്മിൻ, പബ്ലിക് ഫെഡറിക് പ്ലീസ്, 6 മാസമായി ഒരു ഒറ്റ കോളെങ്കിലും എന്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിച്ചോ? ജാസ്മിൻ, ഞാൻ ബിസിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ബിസിയാണ്. എന്റെ ജോലി എന്താണ് ജാസ്മിൻ? എന്താ നിങ്ങൾക്ക് ഇത്ര ജോലി? ഭാര്യ മക്കളെ നോക്കാൻ പറ്റാത്ത എന്താ നിങ്ങൾക്ക് ഇത്ര ജോലി? ഹലോ, സ്മോക്ക് അടുപ്പിലുണ്ട് സാർ. അതല്ലെന്ന് സ്മോക്കിംഗ് ഏരിയ. അത് സാർ ഇവിടെ ലെഫ്റ്റ് പോയിട്ട് റൈറ്റിലേക്ക്. എന്റെ ദൈവമേ, മനുഷ്യനോട് ഇത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തത്? ഞാനൊരു സ്ത്രീയല്ലേ, എന്നെ ഒന്ന് വിളിക്കണ്ടേ? എനിക്കൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം കാണൂലേ? മാഡം, ഇപ്പൊ കൊണ്ടുവന്ന ബുൾസയുടെ വെള്ളയിൽ എന്നെ നമ്പർ എഴുതി വെച്ചിട്ട് ഞാൻ മാഡത്തിനെ വിളിക്കാം. പിന്നെ ആ ബുൾസയിൽ കിടന്ന മഞ്ഞക്കുരു അല്ല, തുടിക്കുന്ന എന്റെ ഹൃദയമാണ്. ഞാൻ നല്ല നാടൻ വിളിക്കാം. എന്റെ മുന്നേ പോടാ. ബുൾസ ഇവിടെ വെക്കട്ടെ മാഡം, പെപ്പറൊക്കെ കൊണ്ടുവരട്ടെ. മാഡം, സാർ അറിയാതെ ഒരു കാര്യം ഞാൻ മാഡത്തിനോട് എന്തോന്ന്? അപ്പൊ അതൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഞാൻ വലിയൊരു അഭിനയ മോഹിയാണെന്ന്, സിനിമയിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ് മാം ഞാൻ ഈ ഹൈദരാബാദിൽ വന്നത്. പക്ഷെ ഇവിടുത്തെ ഹിന്ദിക്കാരെല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒതുക്കി മാഡം. എന്തിന്? ഷാറുഖ് ഖാൻ ഞാനൊരു വെല്ലുവിളിയാകുന്നോർത്ത്. ഞാൻ നല്ല വലിയ വിളിക്കും. അതിന്റെ മുമ്പിൽ നിന്ന് പോ, ദൈവത്തെ ഓർത്ത്. ഞാൻ നല്ല മൂഡിലല്ല. സാറിനോട് പറഞ്ഞ എങ്ങനെയെങ്കിലും എനിക്കൊരു ചാൻസ് മേടിച്ചാൽ മാഡം, ഒരു ചാൻസ്. ഞാൻ എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാം. ഇപ്പൊ ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയിലും ഞാനുണ്ട്. ഞാൻ ഒരു സിനിമയിലും നിന്നെ കണ്ടിട്ടില്ല. എല്ലാ സിനിമയിലും ഞാനുണ്ട് മാഡം. നമ്മുടെ സിനിമ തുടങ്ങാൻ നേരത്തെ ഒരു പെണ്ണ് ഇങ്ങനെ ഇരുന്ന് പറയല്ലേ, എൻ്റെ ഭർത്താവ് ചെറുപ്പം മുതലേ പുകയില ചവയ്ക്കുമായിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ആരുമില്ല, അങ്ങനെ പറഞ്ഞ സാധനം കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ കൂടെ വീൽ ചെയറിൽ പോകണം ഞാനാ മാഡം. താങ്ക് യു മാഡം, എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്. എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതല്ല, എന്റെ ഈ 2 കൈകൾക്കിടയിൽ നിന്റെ തല കിട്ടണം. പൊട്ടിക്കും ഞാൻ. എങ്ങനെയെങ്കിലും പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ഞാൻ ആകെ മൂഡ് ഓഫില്ല. നീ ഒരു കാര്യം, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എന്താണ് മാഡം? എന്തായിരുന്നു? സ്ത്രീകൾ എന്താണെന്നും അവരെ എങ്ങനെ കാണണമെന്നും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? ആ മനുഷ്യനെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ, പോയി പറഞ്ഞ് മനസ്സിലാക്കാം. മാഡം, അങ്ങനെയാണെങ്കിൽ ഈ ചാൻസിന്റെ കാര്യം ഒന്ന് സംസാരിക്കാമോ? അത് നമുക്ക് നോക്കാം. ഞാൻ മനസ്സിലാക്കാം. ബാലു, ഞാൻ പറഞ്ഞില്ല, ഞാൻ മീറ്റിംഗിലാണ്. ഞാൻ പറഞ്ഞില്ലേ ബാലു, വെള്ളിയാഴ്ച ഞാൻ വരാൻ ബാലു. ഞാൻ മീറ്റിംഗിലാണ്, ഞാൻ പറഞ്ഞ ബാലു. ഓക്കെ, ഞാൻ വരുന്നു. ഒന്ന് ഇവിടെ ഇരിക്കും. എന്താണ് സാർ, ഞാൻ ഇത്ര നേരം ഞാൻ നിങ്ങളുടെ പ്രശ്നം ഞാൻ ഇവിടെ ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു സാർ. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാം. പറഞ്ഞോളൂ. നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് സാർ. ടെൻഷനിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 2 പേരും ബ്രീത്ത് എടുക്കൂ സാർ. ബ്രീത്ത് എടുക്കൂ. വലിച്ചെടുത്ത സാറേ, വലിച്ചു പിടിച്ച് എനിക്ക് വേണ്ടി എന്റെ 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടി വലിച്ച് റിലീസ് ചെയ്തേ സാറേ. ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ല പൊരിച്ച മീന്റെ മണം. ചാളയാണോ? പൊരിച്ച മീനാ? അതാണ് ഞാൻ പറയുന്നത് സാറേ. സാറിങ്ങനെ ബ്രീത്ത് ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴേക്കും മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായില്ലേ? മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായോ? എനിക്ക് ഒരു ടെൻഷൻ റിലീഫ്. സാറേ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ ജീവിതത്തിന്റെ തിരക്കിൽ ചുറ്റിപ്പണങ്ങി കിടക്കുകയാണ് സാർ. ചുറ്റിപ്പണങ്ങി കിടക്കുകയാണ് സാർ. അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. ഉദാഹരണത്തിന് ബിസിയാണല്ലോ, ഒരു ഐസ്ക്രീം എടുത്ത് പുറത്തു വെച്ചാൽ എന്ത് സംഭവിക്കും? അതലിഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഐസ്ക്രീം അതിന്റെ പൂർണ്ണതയിൽ ഇരിക്കുന്നത് എപ്പോഴാണ് സാർ? പൂർണ്ണതയിൽ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴാണ്. ഈ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഐസ്ക്രീം എടുത്ത് പുറത്തു വെച്ചാൽ ഇത് അലിയും. പിന്നെ അപ്പോൾ നമ്മൾ എന്താണ്? അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ എപ്പോഴും നമ്മുടെ പൂർണ്ണതയിലാവുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോഴാണ്, അല്ലേ സാർ? പിന്നെ തീർച്ചയായിട്ടും കംഫർട്ട് സോണിൽ വരുമ്പോൾ അത് ഓക്കെ. ജീവിതവും ഐസ്ക്രീം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് വെക്കുന്ന ഐസ്ക്രീം പോലെയാണ് നമ്മുടെ ജീവിതം. ഇതിൽ നിന്നും മാഡത്തിന് എന്ത് മനസ്സിലായി? ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീം പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അത് അലിഞ്ഞു പോകും, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ്ക്രീം എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. നിങ്ങളല്ല മാഡം എന്നോട് പറഞ്ഞത് പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്?
അല്ല എന്നിട്ട് നിങ്ങൾ തന്നെ കോനാമ്പീച്ചേക്ക് പറഞ്ഞു എടാ നീ ഇപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ എന്ത് അങ്ങനെ സംഭവം എന്താ നിങ്ങൾ അലന്ന് മനസ്സിലായില്ല? എന്ത് മാറങ്ങോട്ട് സംഭവം? സാറേ ജീവിതം എന്ന് പറഞ്ഞ ഐസ് വേണ്ട ഇയാൾ അത് തന്നെ പറയും സാറേ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് പായസം പോലെയാണ്. ഷുഗർ കഴിഞ്ഞ തവണ 285. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് പായസം കൊണ്ട് വെച്ചാൽ എന്താ കാര്യം പറയൂ, എന്താന്ന് പറയൂ മാഷേ. എന്ത് കാര്യം നിങ്ങൾ കാര്യം പറയൂ. സാറേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈഗോ മറന്ന് ഒന്നിക്കണം സാറേ. സാറിന്റെ കൈ ഒന്ന് എനിക്ക് ഈഗോ ഇല്ല, എന്റെ തിരക്കാണ് അത് പറയാൻ. സാറ് സംവിധായകനാണ്. സാറിന്റെ കൈ ഒന്ന് നീട്ടിക്കേ. മാഡത്തിന്റെ കൈ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചേ. മാഡത്തിന്റെ കൈ ഒന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചേ. വെക്കും മാഡം. വെച്ചോ. ഇപ്പൊ ഒരു സന്തോഷം വന്നില്ലേ? സന്തോഷം. ഓക്കെ, ഇനി രണ്ടുപേരും അവിടെയുള്ള ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ചേ. അതിലൊരു ഐസ്ക്രീം കഴിച്ചേക്കാം. വാ, ചെല്ല്, ചെല്ല്. ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം കളർഫുൾ ആക്കണേ. മാഡം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാക്കിയല്ലോ. ഇനി എന്റെ ചാൻസിന്റെ കാര്യം എങ്ങനെയാ? എടാ ചേട്ടൻ പിടിക്കുന്ന സിനിമയൊക്കെ ഉണ്ടല്ലോ ആ. വലിയ ഹൈ ലെവൽ ടീമുകളെ വെച്ചിട്ട് എടുക്കത്തുള്ളൂ. നിന്നെ പോലുള്ള ഒരാൾക്കൊന്നും അവിടെ ക്യാരക്ടർ ഇല്ലടാ. ഞാൻ പറയാ എന്നാലും കേട്ടോ. പെണ്ണുപിള്ള എന്റെ വായിരിക്കണ കൊണറിയരുത്. നിങ്ങൾ എന്നോട് എന്നാ പറഞ്ഞത്? ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ചാൻസ് മേടിച്ചു തരാന്നല്ലേ പറഞ്ഞത്? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾ എങ്ങനെയാ പ്ലേറ്റ് മറിച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് മാറ് എടോ ജാടത്തിണ്ടി. സാറേ സാറൊരു കാര്യം മനസ്സിലാക്കണം. ഇവളിപ്പോ എന്നോട് എന്നാ പറഞ്ഞെന്ന് അറിയാമോ? നിങ്ങളെ ഒന്നിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് മേടിച്ചു തരാന്ന് പറഞ്ഞു. ഇപ്പൊ പ്ലേറ്റ് മലത്തിട്ട് പോവാ സാറേ. എന്തൊരു പെണ്ണാ സാറേ വരും. എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇതുകൊണ്ടാണ് 5 വർഷം സിനിമയെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് വിട്ടുപോയത്. അറിയാമോ? എവിടെ സ്വഭാവം ഇതാണ്. അപ്പൊ എന്റെ സിനിമാ ജീവിതോ മൊജിറ്റോ.